സൈബർ സുരക്ഷ. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഈ പുതിയ കാലഘട്ടത്തിൽ കമ്പ്യൂട്ടറുകൾ, ഇന്റർനെറ്റ്, സ്മാർട്ട് ഫോണുകൾ പോലുള്ള ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ നമ്മൾ വളരെയേറെ ആശ്രയിക്കുന്നു. വിവരശേഖരം, ഇമെയിൽ, ഓൺലൈൻ ഷോപ്പിംഗ്, പണമിടപാടുകൾ, സോഷ്യൽ മീഡിയ, ബിസിനസ് മാർക്കറ്റിംഗ് എന്നിവയ്ക്കായി ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നു. ഇത്തരം ഡിജിറ്റൽ ഡാറ്റ ഹാക്കർമാരിൽ നിന്ന് സംരക്ഷിക്കുന്നതാണ് സൈബർ സുരക്ഷ. വ്യക്തിഗത തിരിച്ചറിയൽ വിവരങ്ങൾ അഥവാ PII-യുടെ പ്രാധാന്യം. ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട വ്യക്തിഗത തിരിച്ചറിയൽ രേഖകൾ താഴെ പറയുന്നവയാണ്: ആധാർ നമ്പർ, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ്, വോട്ടർ ID കാർഡ്, ബാങ്ക് അക്കൗണ്ട്, ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ്. ചില തട്ടിപ്പുകാർ മറ്റൊരാളുടെ വ്യക്തിഗത വിവരങ്ങൾ ചോർത്തിയെടുത്ത് ഫോട്ടോ, ഒപ്പ് മുതലായവ മാറ്റി വ്യാജ തിരിച്ചറിയൽ രേഖകൾ ഉണ്ടാക്കുകയും ഇവ പിന്നീട് തട്ടിപ്പുകൾക്കും കുറ്റകൃത്യങ്ങൾക്കുമായി ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഇതിനെ ഐഡന്റിറ്റി തെഫ്റ്റ് എന്ന് പറയുന്നു. ഉദാഹരണം: ഐഡന്റിറ്റി തെഫ്റ്റിലൂടെ ഉണ്ടാക്കിയെടുക്കുന്ന വ്യാജ തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ച് സിം കാർഡുകൾ വാങ്ങി സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുകയും വ്യാജ പാസ്പോർട്ട് നിർമ്മിക്കുകയും ചെയ്യുന്നു. കമ്പ്യൂട്ടർ സുരക്ഷ. മാൽവെയർ. അംഗീകൃതമല്ലാത്ത സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് കമ്പ്യൂട്ടറുകളുടെ പ്രവർത്തനം തകരാറിലാക്കുകയോ അതിലെ വിവരങ്ങൾ നശിപ്പിക്കുകയോ ചെയ്യുന്നതിനെ മാൽവെയർ ആക്രമണമെന്ന് പറയുന്നു. മലീഷ്യസ് അഥവാ ദോഷകരമായ സോഫ്റ്റ്വെയറുകളാണ് മാൽവെയറുകൾ. വൈറസ്, വേം, ട്രോജൻസ്, റാൻസംവെയർ, ആഡ്വെയർ മുതലായവ മാൽവെയറിന് ഉദാഹരണങ്ങളാണ്. മാൽവെയർ സൃഷ്ടാക്കൾക്ക് പലതരത്തിൽ കമ്പ്യൂട്ടറിനെ തകരാറിലാക്കാൻ സാധിക്കും. ഉദാഹരണത്തിന്, മാൽവെയർ കാരണം നിങ്ങളുടെ കമ്പ്യൂട്ടറിന്റെ വേഗം കുറയുകയും ഇടയ്ക്കിടെ റീസ്റ്റാർട്ട് ആവുകയും ചെയ്യുന്നു. നിങ്ങളുടെ കമ്പ്യൂട്ടറിലുള്ള സുപ്രധാന വിവരങ്ങൾ നിങ്ങൾ അറിയാതെ ചോർത്തിയെടുക്കുകയും കമ്പ്യൂട്ടറിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഉള്ള വിവരങ്ങൾ ഉപയോഗിക്കാൻ പറ്റാത്ത നിലയിലാക്കുകയും അവ പഴയ രീതിയിലാക്കിത്തരുന്നതിനായി നിങ്ങളോട് പണം ആവശ്യപ്പെടുകയും ചെയ്യുന്നു. നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിന്നും നിങ്ങളറിയാതെ സ്പാം മെയിലുകൾ മറ്റ് ഇമെയിൽ ഐഡികളിലേക്ക് അയക്കുന്നു. നിങ്ങളുടെ കമ്പ്യൂട്ടറുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന മറ്റ് കമ്പ്യൂട്ടറുകളിലേക്കും മാൽവെയർ വ്യാപിപ്പിക്കുന്നു. എങ്ങനെയാണ് ഒരു മാൽവെയർ കമ്പ്യൂട്ടറിലേക്ക് കടന്നു കയറുന്നത് എന്ന് നോക്കാം. ആശയവിനിമയത്തിനുപയോഗിക്കുന്ന വിവിധ ഉപാധികളിലൂടെയാണ് മാൽവെയർ കമ്പ്യൂട്ടറുകളിലേക്ക് വ്യാപിക്കുന്നത്. മാൽവെയർ ബാധിച്ച പെൻ ഡ്രൈവ്, CD, DVD, എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് മുതലായ ബാഹ്യ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതുവഴി മാൽവെയർ ഉണ്ടാകാം. ഫിഷിംഗ് ഇമെയിൽ ഉപയോഗിച്ച് ഒരു ഹാക്കർക്ക് നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് മാൽവെയർ കടത്തിവിടാവുന്നതാണ്. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ഡോക്യുമെന്റ്, വീഡിയോ, സോഫ്റ്റ്വെയർ ഇവയിൽ ഏതെങ്കിലും ഉൾപ്പെടുത്തിയ ഒരു ഇമെയിൽ സന്ദേശം നിങ്ങൾക്ക് ലഭിക്കുന്നു. ഇത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇവയിൽ ഒളിപ്പിച്ചുവെച്ച മാൽവെയർ നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് ബാധിക്കുന്നു. ഇന്റർനെറ്റിൽ ഏതെങ്കിലും മലീഷ്യസ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയോ മലീഷ്യസ് ആയ വെബ്സൈറ്റിൽ നിന്നും എന്തെങ്കിലും ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുകയോ ചെയ്താലും മാൽവെയർ ഇൻഫെക്ഷൻ ഉണ്ടാകും. ഉദാഹരണത്തിന്, നിങ്ങൾ ഒരു സൗജന്യ ആന്റിവൈറസ് സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷേ ഡൗൺലോഡ് ആകുന്നത് ഒരു മാൽവെയർ ആകാം. മാൽവെയറിനെതിരെയുള്ള മുൻകരുതലുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു മികച്ച ആന്റിവൈറസ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പ്യൂട്ടറിനെ മാൽവെയറുകളിൽ നിന്ന് പരിരക്ഷിക്കാൻ കഴിയും. AVG, അവിര, അവാസ്റ്റ്, കൊമഡോ, സോഫോസ് മുതലായ സൗജന്യ ആന്റിവൈറസ് സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കാവുന്നതാണ്. ആന്റിവൈറസ് സോഫ്റ്റ്വെയറുകൾ യഥാസമയം അപ്ഡേറ്റ് ചെയ്യുക. ഇന്റർനെറ്റിൽ ബ്രൗസ് അഥവാ ഡൗൺലോഡ് ചെയ്യുമ്പോൾ
അതീവ ശ്രദ്ധ പുലർത്തേണ്ടതാണ്. സംശയാസ്പദമായ രീതിയിൽ ഇമെയിലോ ഫയലോ വെബ്സൈറ്റോ കണ്ടാൽ അവ തുറക്കുകയോ ഡൗൺലോഡ് ചെയ്യുകയോ ചെയ്യാതിരിക്കുക. ബാഹ്യ ഉപകരണങ്ങളായ പെൻ ഡ്രൈവ്, CD, DVD മുതലായവ കമ്പ്യൂട്ടറിൽ ബന്ധിപ്പിക്കുമ്പോൾ ഒരു ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് സ്കാൻ ചെയ്ത് അതിൽ അപകടകാരികളായ മാൽവെയറുകൾ ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം ഉപയോഗിക്കുക. പാസ്വേഡ് സുരക്ഷ. പലരും അവരുടെ പേരോ ജനനത്തീയതിയോ ചെറിയ വാക്കുകളോ പാസ്വേഡുകളായി ഉപയോഗിക്കുന്നു. മറ്റൊരാൾക്ക് ഊഹിച്ചെടുക്കാൻ സാധിക്കില്ല എന്ന് കരുതി നമ്മൾ പാസ്വേഡായി ഉപയോഗിക്കുന്ന പദങ്ങൾ പോലും ഹാക്കർമാർക്ക് കുറച്ച് സെക്കൻഡുകൾക്കുള്ളിൽ തകർക്കാനാകും. ഒന്നിലധികം അക്കൗണ്ടുകൾക്ക് ഒരേ പാസ്വേഡ് ഉപയോഗിക്കുന്നത് സുരക്ഷിതമല്ല. ഒരു ഹാക്കർക്ക് ഏതെങ്കിലും ഒരു അക്കൗണ്ടിൻ്റെ പാസ്വേഡ് മനസ്സിലാക്കാൻ സാധിച്ചാൽ അതേ പാസ്വേഡ് ഉപയോഗിച്ചിരിക്കുന്ന മറ്റ് അക്കൗണ്ടുകളും തുറക്കാൻ സാധിക്കും. ഒരിക്കലും നിങ്ങളുടെ പാസ്വേഡുകൾ ആരുമായും പങ്കിടരുത്. കടലാസിലോ ATM കാർഡിലോ പാസ്വേഡ് എഴുതി വയ്ക്കുകയോ മൊബൈൽ ഫോൺ, കമ്പ്യൂട്ടർ മുതലായ ഉപകരണങ്ങളിൽ രേഖപ്പെടുത്തി വയ്ക്കുകയോ ചെയ്യരുത്. ഒരു പാസ്വേഡിൽ കുറഞ്ഞത് 8 അക്ഷരങ്ങളെങ്കിലും ഉണ്ടായിരിക്കണം. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ചെറിയ അക്ഷരങ്ങൾ, വലിയ അക്ഷരങ്ങൾ, സംഖ്യകൾ, ചിഹ്നങ്ങൾ എന്നിവ ഉൾപ്പെടുത്തി വേണം ഒരു സുരക്ഷിതമായ പാസ്വേഡ് നിർമ്മിക്കേണ്ടത്. ഇന്റർനെറ്റ് സുരക്ഷ. സൈബർ ലോകത്ത് ഹാക്കർമാരും വ്യാജന്മാരും ധാരാളമുള്ളപ്പോൾ സുരക്ഷിതമായി ഇന്റർനെറ്റ് ഉപയോഗിക്കേണ്ടത് അനിവാര്യമാണ്. ഫിഷിംഗ് വെബ്സൈറ്റും ഇമെയിലുകളും. വ്യാജ വെബ്സൈറ്റുകളെയും ഇമെയിലുകളെയും സൂചിപ്പിക്കുന്നതിനാണ് ഫിഷിംഗ് എന്ന പദം ഉപയോഗിക്കുന്നത്. നിങ്ങൾ നിത്യവും ഉപയോഗിക്കുന്ന ഒരു വെബ്സൈറ്റിനോട് സാമ്യമുള്ള ഒരു വ്യാജ വെബ്സൈറ്റ് ഹാക്കർമാർക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും. ഉദാഹരണമായി, ഒരു ഇന്റർനെറ്റ് ബാങ്കിംഗ് സൈറ്റ് അഡ്രസ് onlineabc.com എന്നാണെങ്കിൽ അതിൻ്റെ വ്യാജ സൈറ്റ് അഡ്രസ് abcbankonline.com എന്നായിരിക്കാം. ഇത്തരം വ്യാജ വെബ്സൈറ്റുകൾ യഥാർത്ഥമാണെന്ന് തെറ്റിദ്ധരിച്ച് അതിൽ ഇടപാടുകൾ നടത്തുന്നവർ തട്ടിപ്പിന് ഇരയാവുകയും ചെയ്യും. ഇത്തരം വ്യാജ വെബ്സൈറ്റ് അഡ്രസ്സുകൾ ഫിഷിംഗ് ഇമെയിലുകളായി നിങ്ങൾക്ക് ധാരാളമായി ലഭിച്ചേക്കാം. ഒരു ഉപയോക്താവ് ഇത്തരം ഇമെയിലുകളിൽ ക്ലിക്ക് ചെയ്ത് യഥാർത്ഥ വിവരങ്ങൾ നൽകുമ്പോൾ അത് ഹാക്കറുടെ നിയന്ത്രണത്തിലുള്ള സെർവറിലേക്കാകും പോവുക. ചില അവസരങ്ങളിൽ ഇത്തരം ഇമെയിലുകളിൽ ഹാക്കറുടെ നിയന്ത്രണത്തിലുള്ള വെബ്സൈറ്റുകളുടെ ലിങ്കുകൾ ഉണ്ടാവാം. ഇത്തരം ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഉപയോക്താവിൻ്റെ കമ്പ്യൂട്ടറിലേക്ക് മാൽവെയർ ഇൻസ്റ്റാൾ ആവുകയും അതുവഴി ഹാക്കർമാർക്ക് കമ്പ്യൂട്ടറിലേക്ക് കടക്കാനുള്ള വഴി തെളിയുകയും ചെയ്യുന്നു. ഫിഷിംഗ് മുൻകരുതലുകൾ. നിങ്ങൾ ഒരു വെബ്സൈറ്റിനു വേണ്ടി സെർച്ച് ചെയ്യുമ്പോൾ വെബ്സൈറ്റ് ലിങ്ക് ആധികാരികമാണോ എന്ന് ഉറപ്പുവരുത്തണം. പ്രാഥമികമായി ചെയ്യേണ്ട കാര്യം വെബ്സൈറ്റ് അഡ്രസ്സിൽ HTTPS എന്നാണോ കൊടുത്തിരിക്കുന്നത് എന്ന് നോക്കുക. അഡ്രസ് ബാറിനടുത്തായി പച്ച കളറിലുള്ള ലോക്ക് അടയാളം കാണുന്നുണ്ടെങ്കിൽ അത് സാധുവായ ഒരു വെബ്സൈറ്റ് ആണെന്നാണ് സൂചിപ്പിക്കുന്നത്. അപരിചിതരിൽ നിന്നും വരുന്ന വലിയ തുക വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ള ഇമെയിലുകൾ തട്ടിപ്പാണെന്ന് മനസ്സിലാക്കുക. ഫിഷിംഗ് ഇമെയിലുകൾ വ്യക്തിപരമായ വിവരങ്ങൾ ആവശ്യപ്പെടുന്നവയും മറ്റ് ഫിഷിംഗ് സൈറ്റുകളിലേക്ക് ലിങ്കുകൾ ഉള്ളതുമാകാം. ഇത്തരം ലിങ്കുകൾ ക്ലിക്ക് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്റർനെറ്റ് വഴിയുള്ള ഓൺലൈൻ സാമ്പത്തിക ഇടപാടുകൾ. മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ഇന്റർനെറ്റ് വഴിയുള്ള സാമ്പത്തിക ഇടപാടുകൾക്ക് ഉപയോക്താക്കൾ പ്രധാനമായും ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, പേടിഎം പോലുള്ള ഇലക്ട്രോണിക് വാലറ്റുകൾ എന്നിവയാണ് കൂടുതലായും ആശ്രയിക്കുന്നത്. ഇത്തരം ഇലക്ട്രോണിക് സംവിധാനങ്ങൾ ഉപയോഗിച്ച് സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നവർ
ഈ മേഖലയിലുള്ള തട്ടിപ്പുകളെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതാണ്. ATM തട്ടിപ്പുകൾ. ATM കാർഡിലെ മാഗ്നറ്റിക് സ്ട്രിപ്പിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വിവരങ്ങൾ ചോർത്തിയെടുക്കാൻ വേണ്ടി തട്ടിപ്പുകാർ പ്രയോഗിക്കുന്ന വിദ്യയാണ് സ്കിമ്മിംഗ്. തട്ടിപ്പുകാർ ATM മെഷീനിൽ കാർഡിടുന്ന സ്ഥലത്ത് ഇത്തരം സ്കിമ്മർ ഉപകരണങ്ങൾ വയ്ക്കുകയും യഥാർത്ഥ കീപാഡിന് മുകളിലായി ഒരു വ്യാജ കീബോർഡ് സ്ഥാപിക്കുകയും ചെയ്യും. ഒരു വൈഫൈ ഉപകരണം ATM ക്യാബിനുള്ളിൽ ഒളിപ്പിച്ചു വയ്ക്കുകയും ചെയ്തേക്കാം. ഒരാൾ ATM മെഷീനിൽ കാർഡിടുകയും പിൻ നമ്പർ നൽകുകയും ചെയ്യുമ്പോൾ സ്കിമ്മർ ATM കാർഡിലെ വിവരങ്ങളും പിൻ നമ്പറും ശേഖരിക്കുന്നു. ഇത്തരം വിവരങ്ങൾ വൈഫൈ വഴി ദൂരസ്ഥലങ്ങളിലിരിക്കുന്ന തട്ടിപ്പുകാർക്ക് ലഭ്യമാക്കുന്നു. മറ്റൊരു രീതിയിൽ കീപാഡിലേക്ക് ഫോക്കസ് ചെയ്ത ഒരു വെബ് ക്യാമറ ഉപയോഗിച്ച് ദൃശ്യങ്ങൾ വൈഫൈ വഴി തട്ടിപ്പുകാരിലെത്തിക്കുകയും ടൈപ്പ് ചെയ്യുന്ന രഹസ്യ പാസ്വേഡ് അവർക്ക് കാണാൻ കഴിയുകയും ചെയ്യുന്നു. മാഗ്നറ്റിക് സ്ട്രിപ്പിലുള്ള വിവരങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ അതുപയോഗിച്ച് തട്ടിപ്പുകാർക്ക് വ്യാജ ATM കാർഡുകൾ നിർമ്മിക്കാൻ സാധിക്കുകയും ഇതുവഴി അക്കൗണ്ടിൽ നിന്നും പണം തട്ടിയെടുക്കുന്നതിനും ഉപയോഗിക്കുന്നു. ഇലക്ട്രോണിക് ഇടപാടുകൾ സുരക്ഷിതമായി നടത്തുവാൻ വേണ്ട നിർദ്ദേശങ്ങൾ. ഓൺലൈൻ ഇടപാടുകൾക്കായി കഴിയുന്നതും നിങ്ങളുടെ സ്വന്തം കമ്പ്യൂട്ടർ തന്നെ ഉപയോഗിക്കുക. പാസ്വേഡ്, പിൻ നമ്പർ പോലെയുള്ള രഹസ്യ വിവരങ്ങൾ എല്ലായ്പ്പോഴും രഹസ്യമായി സൂക്ഷിക്കുക. ഇത്തരം വിവരങ്ങൾ ഫോണിലൂടെയോ നേരിട്ടോ ആവശ്യപ്പെട്ടാൽ ആരുമായും പങ്കുവയ്ക്കാതിരിക്കുക. നിങ്ങളുടെ മൊബൈലിലേക്ക് വരുന്ന വൺ ടൈം പാസ്വേഡ് OTP മനസ്സിലാക്കുന്നതിനോ വിവരങ്ങൾ ചോർത്തുന്നതിനായി മാൽവെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനോ ആയി തട്ടിപ്പുകാർ നിങ്ങളുടെ മൊബൈൽ ഫോൺ ആവശ്യപ്പെട്ടേക്കാം. അപരിചിതർക്ക് ഒരിക്കലും മൊബൈൽ ഫോൺ കൈമാറാതിരിക്കുക. ഓൺലൈൻ ഇടപാടുകൾ നടത്തിയതിനു ശേഷം നിങ്ങൾ വെബ്സൈറ്റിൽ നിന്നും ലോഗ് ഔട്ട് ചെയ്തുവെന്ന് ഉറപ്പുവരുത്തുക. ലോഗ് ഔട്ട് ചെയ്യാതെ വെറുതെ ബ്രൗസർ മാത്രം ക്ലോസ് ചെയ്യരുത്. ഓൺലൈൻ ഇടപാടുകൾക്കായി എല്ലായ്പ്പോഴും വെർച്വൽ കീബോർഡ് സംവിധാനം ഉപയോഗിക്കുക. മിക്കവാറും എല്ലാ ബാങ്കുകളുടെയും വെബ്സൈറ്റിൽ പാസ്വേഡ് എൻ്റർ ചെയ്യുന്നതിനായി വെർച്വൽ കീബോർഡ് സംവിധാനം ലഭ്യമാണ്. കീബോർഡിൽ ടൈപ്പ് ചെയ്യുന്ന വിവരങ്ങൾ മാൽവെയർ ഉപയോഗിച്ച് ചോർത്തപ്പെടുന്നത് തടയാൻ വെർച്വൽ കീബോർഡ് ഉപയോഗിക്കുന്നത് മൂലം സാധിക്കും. ബാങ്ക് അക്കൗണ്ടുകൾ പതിവായി പരിശോധിക്കുന്നത് നല്ലതാണ്. വ്യാജ ഇടപാടുകളോ തട്ടിപ്പുകളോ നടന്നിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുന്നതിന് ഇത്തരം പരിശോധനകൾ സഹായിക്കും. നിങ്ങളുടെ പേയ്മെന്റ് കാർഡ് നഷ്ടപ്പെടുകയാണെങ്കിൽ ഉടൻ തന്നെ ബാങ്ക് കസ്റ്റമർ കെയറിൽ വിളിച്ച് കാർഡ് ബ്ലോക്ക് ചെയ്യേണ്ടതാണ്. സ്മാർട്ട് ഫോൺ സുരക്ഷ. വിരൽത്തുമ്പിൽ തന്നെ എല്ലാ വിവരങ്ങളും ശേഖരിക്കാൻ സഹായിക്കുന്ന ഉപകരണമായി ഇന്ന് സ്മാർട്ട് ഫോണുകൾ മാറിയിരിക്കുന്നു. ഇത്തരത്തിൽ വ്യക്തിപരവും രഹസ്യവുമായ വിവരങ്ങൾ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന സ്മാർട്ട് ഫോൺ നിങ്ങളുടെ പക്കൽ നിന്നും മോഷണം പോയാൽ ഉണ്ടാകുന്ന ആഘാതം വളരെ വലുതായിരിക്കും. സ്മാർട്ട് ഫോൺ സുരക്ഷിതമായി സൂക്ഷിക്കാൻ വേണ്ട നിർദ്ദേശങ്ങൾ. മൊബൈൽ ഫോൺ കൃത്യമായി സൂക്ഷിക്കുക. എല്ലായ്പ്പോഴും നിങ്ങളുടെ പക്കൽ തന്നെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഒരു ഓട്ടോ ലോക്ക് പാസ്വേഡ് സെറ്റ് ചെയ്ത് സുരക്ഷിതമാക്കുക. ഒരു നല്ല ആന്റിവൈറസ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുക. മൊബൈൽ ആപ്പുകൾ സുരക്ഷിതമായ ആപ്പ് സ്റ്റോറുകളിൽ നിന്ന് മാത്രം ഡൗൺലോഡ് ചെയ്യുക. സുരക്ഷിതമായ വൈഫൈ നെറ്റ്വർക്കുകളിൽ മാത്രം മൊബൈൽ ഫോൺ കണക്ട് ചെയ്യുക. ഉപയോഗിക്കാത്തപ്പോൾ വൈഫൈ, ഹോട്ട്സ്പോട്ട്, ബ്ലൂടൂത്ത് എന്നിവ ഓഫ് ചെയ്തു വയ്ക്കേണ്ടതാണ്. ഫിഷിംഗ് ആക്രമണങ്ങളെ എല്ലായ്പ്പോഴും സൂക്ഷിക്കുക. സംശയാസ്പദമായ മെയിലുകളിലോ മെസ്സേജുകളിലോ ഉള്ള ലിങ്കുകൾ ഒരു കാരണവശാലും തുറക്കരുത്. സ്മാർട്ട് ഫോണുകൾ വിൽക്കുമ്പോൾ അതിലെ എല്ലാ വിവരങ്ങളും വീണ്ടെടുക്കാൻ സാധിക്കാത്ത തരത്തിൽ മായ്ച്ചു കളഞ്ഞിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഫോൺ ഫാക്ടറി റീസെറ്റ് ചെയ്യുക. സിം കാർഡ് നിർബന്ധമായും ഊരിമാറ്റുക.
മൊബൈൽ ഫോണിന്റെ പുറകിലുള്ള IMEI നമ്പർ കുറിച്ചെടുത്ത് സൂക്ഷിക്കുക. ഫോൺ നഷ്ടപ്പെടുന്ന അവസരത്തിൽ IMEI നമ്പർ ഉപയോഗിച്ച് മൊബൈൽ സേവനദാതാക്കൾ മുഖാന്തരം നഷ്ടപ്പെട്ടുപോയ ഫോൺ ബ്ലോക്ക് ചെയ്യാനോ ട്രാക്ക് ചെയ്ത് വീണ്ടെടുക്കാനോ സാധിക്കും. സോഷ്യൽ മീഡിയ സുരക്ഷ. വ്യക്തികൾ അവരുടെ സുപ്രധാന വിവരങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൂടി പങ്കുവയ്ക്കുന്നത് തുടർന്ന് സ്വൈര ജീവിതത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയാകാനും ദുരുപയോഗം ചെയ്യപ്പെടാനും സാധ്യതയുണ്ട്. സോഷ്യൽ മീഡിയയിലെ ചില സൈബർ സുരക്ഷാ ഭീഷണികൾ. വ്യാജ പ്രൊഫൈലുകൾ. ഒരാൾ നിങ്ങളുടെ സുഹൃത്തിന്റെ ഫോട്ടോ, വ്യക്തിഗത വിവരങ്ങൾ എന്നിവ ഉപയോഗിച്ചുകൊണ്ട് ഒരു വ്യാജ പ്രൊഫൈൽ ഉണ്ടാക്കുന്നു. അതിൽ നിന്നും നിങ്ങളുടെ സുഹൃത്തിൻ്റെതാണെന്ന വ്യാജേന ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നു. സുഹൃത്തിന്റെ പേരിലായതിനാൽ റിക്വസ്റ്റ് സ്വീകരിക്കുകയും അതുവഴി അയാൾക്ക് നിങ്ങളുടെ സുഹൃത്ത് വലയത്തിലേക്ക് പ്രവേശിക്കാനും വിവരങ്ങൾ മനസ്സിലാക്കി പല വിധത്തിലുള്ള തട്ടിപ്പുകൾ നടത്താനും അവസരം ലഭിക്കുന്നു. സൈബർ സ്റ്റോക്കിംഗ്. നിങ്ങളുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ പ്രൈവസി സെറ്റിംഗ് ഉപയോഗിക്കുന്നില്ല എന്നിരിക്കട്ടെ. അപ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ സന്ദർശിക്കുന്ന ഏതൊരാൾക്കും പ്രൊഫൈലിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വിവരങ്ങൾ കാണാൻ സാധിക്കും. ഉദാഹരണത്തിന്, ഒരു കുറ്റവാളിക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയും സുഹൃത്തുക്കളുടെയും കുട്ടികളുടെയും സ്കൂളിൻ്റെയും മറ്റും വിശദമായ വിവരങ്ങൾ ലഭിക്കുന്നു എന്നിരിക്കട്ടെ. എങ്കിൽ അവരെ അപായപ്പെടുത്തുന്ന തരത്തിൽ വരെ പല കുറ്റകൃത്യങ്ങൾ നടത്താനും ഇതുവഴി സാധിക്കുന്നു. വിവരച്ചോർച്ച. സജീവമായി ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ഒരാൾ അയാളുടെ തത്സമയ സ്ഥിതി ഫേസ്ബുക്ക് വഴി ഷെയർ ചെയ്യുന്നു. ഉദാഹരണത്തിന്, കുടുംബത്തോടൊപ്പം ദൂരെ അവധി ആഘോഷിക്കുന്നു, സിനിമാശാലയിൽ സിനിമ കാണുന്നു തുടങ്ങിയ വിവരങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ ഈ വിവരം ഫേസ്ബുക്ക് വഴി അറിയുന്ന കള്ളന്മാർ നിങ്ങളുടെ വീട് കൊള്ളയടിക്കാൻ സാധ്യതയുണ്ട്. സോഷ്യൽ മീഡിയ സുരക്ഷിതമായി ഉപയോഗിക്കാനുള്ള ചില വഴികൾ ഇനി പറയാം. സോഷ്യൽ നെറ്റ്വർക്ക് സൈറ്റുകളിൽ നിന്നും ലഭിക്കുന്ന ഫ്രണ്ട് റിക്വസ്റ്റ് വ്യാജമല്ലെന്ന് ഉറപ്പുവരുത്തുക. സംശയാസ്പദമായി തോന്നുന്ന മെസ്സേജുകളിലെ ലിങ്കുകൾ തുറക്കാതിരിക്കുക. ഇത്തരം ലിങ്കുകളുടെ മുകളിൽ മൗസ് പോയിന്റ് ചെയ്താൽ സ്റ്റാറ്റസ് ബാറിന്റെ താഴെ URL അഡ്രസ് കാണാൻ സാധിക്കും. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന URL അഡ്രസ് അല്ല കാണപ്പെടുന്നത് എങ്കിൽ ഒരു കാരണവശാലും ലിങ്ക് ക്ലിക്ക് ചെയ്യാതിരിക്കുക. ഉദാഹരണത്തിന്, മെസ്സേജിൽ പറഞ്ഞിരിക്കുന്ന ലിങ്ക് ആമസോണിലെ ഒരു ഓഫറുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ സ്റ്റാറ്റസ് ബാറിൽ amazon.in എന്നാണ് URL വരേണ്ടത്. വ്യക്തിഗത വിവരങ്ങളായ ഫോൺ നമ്പർ, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, ഉദ്യോഗ വിവരങ്ങൾ, വിലാസം, ഫോട്ടോകൾ, മറ്റ് പ്രധാനപ്പെട്ട വിവരങ്ങൾ മുതലായവ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാതിരിക്കുക. ഡിജിറ്റൽ സുരക്ഷയെക്കുറിച്ചുള്ള അറിവില്ലായ്മ പല ആപത്തുകളിലേക്കും നയിക്കുന്നു. അതിനാൽ ചുറ്റുമുള്ള സൈബർ ഭീഷണികളെക്കുറിച്ച് ബോധവാന്മാരാകുകയും സൈബർ സ്പേസിൽ ഇടപെടുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുകയും വേണം. നിങ്ങൾക്ക് ചുറ്റുമുള്ള എല്ലാവരുടെയും ഇടയിൽ സൈബർ സുരക്ഷാ ബോധം വ്യാപിപ്പിക്കുക.